എന്ത് വിധീത് വല്ലാത്ത ചതീത്. ദൈവമേ, ഇന്ന് കൊൽക്കത്തയുടെ കളി ഇതുകൂടെ തോറ്റാല് പിന്നെ ഗ്രൂപ്പിൽ നിന്നല്ല അവന്മാരുടെ മൗത്ത് പോകാൻ പറ്റില്ല. ചെന്നൈ പിന്നെ 2 കളി തോറ്റോണ്ട് പിന്നെ ചെറിയൊരു പ്രതീക്ഷയുണ്ട്. ഇന്ന് ജയിക്കുവാണെങ്കിൽ പിടിച്ചേക്കാം. ചെന്നൈ നമ്മൾ ഒരേപോലെ 2 കളി അവർ തോറ്റു, 2 കളി നമ്മൾ തോറ്റു. ആ റേഞ്ചാവും. ഇന്ന് കൊൽക്കത്ത കളി എന്തായാലും പിടിക്കണം. കഴിഞ്ഞ കളിയൊക്കെ എന്തിൽ പറ്റുന്നേ. ആ ഹാർദിക് പാണ്ഡ്യയൊക്കെ ക്യാപ്റ്റൻ എന്ന രീതി എന്ത് കളി കളിക്കുന്നത്. ബോളിംഗ് നന്നായിട്ട് ചെയ്തിട്ട് ബാറ്റ് ചെയ്യണ്ടേ. രോഹിത് ശർമ്മ ഒന്നിന് ഫസ്റ്റ് തന്നെ ഇങ്ങനെ പോയി. എന്ത് കഷ്ടമാന്ന് പറ. നമ്മൾ മുംബൈ ഫാൻസ് ഇത് തന്നെ ഗതി. എപ്പോഴും ഫസ്റ്റ് കൊണ്ട് വെറുതെ നോക്കും. ഉണ്ടോ ലാസ്റ്റ് കൊണ്ട് കഷ്ടപ്പെട്ട് ജയിച്ച് മറ്റൊരു തോക്കാൻ കാത്തിക്കണം നമ്മൾ കയറാൻ വേണ്ടിയിട്ട്. നല്ല കഥയുണ്ടോ ഇത്. ഇനി നമ്മുടെ മുംബൈ ഇന്ത്യൻസുകാരൊന്ന് നമ്മുടെ ചെക്കന്മാരൊന്ന് വിളിച്ചു നോക്കാം. എടാ ഇന്ന് നമ്മുടെ കളിയുണ്ട്, കൊൽക്കത്തയോട് കളിയുണ്ട്. എന്താവോ അത് കുഴപ്പമില്ല. 2 കളി തോറ്റേ നമ്മൾ പിടിച്ചിരുന്നല്ലോ. നമ്മൾ 5 കളി തോറ്റിട്ട് പിന്നെ കപ്പടിച്ച് ചെയ്തു പിന്നെയാണോ ഇത് നമ്മൾ ഗ്രൂപ്പ് പറയേണ്ട കാര്യം എന്ന് വെച്ചാൽ. നമ്മൾ ഇനി പറയേണ്ട കാര്യം എന്ന് വെച്ചാൽ 5 കളി തോറ്റിട്ടും നമ്മൾ ഏതൊരു ഇതിൽ 8 കളി തോറ്റുന്ന എൻ്റെ ഒരു ഓർമ്മ. 5 കളി തോറ്റിട്ടും നമ്മൾ കപ്പടിച്ച ടീമാണ്. ഇത് പിടിച്ച് നിന്നാൽ മതി. ഇന്നത്തെ തോക്കുകയാണെങ്കിൽ നമ്മൾ ജയിക്കും. പവർ തിരിച്ചു വരും. അല്ല കഴിഞ്ഞ കളി ഹാർദിക് പാണ്ഡ്യ കളിയും എല്ലാവരും കളി രോഹിത് ശർമ്മ കളിച്ചില്ല. ചെക്കൻ ഇറക്കിയില്ലല്ലോ, വിഘ്നേഷ് പുത്തൂരിനെ ഇറക്കിയില്ലല്ലോ. ഇന്ന് കൊൽക്കത്തക്കാർക്കാണെങ്കിൽ അത് വലിയ ഫാൻസ് ഇല്ല. കൊൽക്കത്തക്കാരുടെ കൂടെ ചെന്നൈക്കാരും RCB-കാരെ കൂടും. അതാണ് നമ്മൾ നോക്കേണ്ടത്. നമ്മൾ എങ്ങാനും തോക്കുകയാണെങ്കിൽ അതുവരെ ഗ്രൂപ്പിൽ ആക്റ്റീവ് ആയിക്കോ. എങ്ങാനും തോക്കുകയാണെങ്കിൽ ലാസ്റ്റ് പറയേണ്ട കാര്യം എന്താ, 5 കളി തോറ്റിട്ട് നമ്മൾ കപ്പടിച്ചിട്ടുണ്ട്. അല്ലാണ്ട് രക്ഷയില്ല കേട്ടോ.